മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ, എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ, ഒരു സ്വരം പോലുമിനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ, അറിവുമോർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ, പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ, പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ.
അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർപ്പേൽക്കുവാൻ മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമദിവസം പാർത്തു കഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാനെത്തും ദിവസം വേഗം പുലരാൻ ഭൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ. നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണിനിൽക്കുന്നു. ഓശാനകളാലെതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. സൽപ്രവൃത്തികൾ ചെയ്യുവാനും സൽക്കർമ്മങ്ങളിൽ സമ്പന്നരാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന അങ്ങേ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമോരി ഞാൻ
ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി ഞാനല്ലോ പുനരുത്ഥാനം ഞാൻ തന്നെ നിത്യായുസ്ഞാനവനുത്ഥാനം ദൈവമേ ആരും നിനക്ക് തുല്യനാകും എതിരേൽപ്പിനായി സ്വീകരിക്കണമേ ജീവദേവനത്തിന്റെ സർവേശ്വര നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നൃപനാം മിശിഹ കർത്താവേ അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടി
സർവശക്തനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ തിരുമണിക്കുനാളിൽ കർത്താവിനെ അണയുമ്പോൾ കരുണയുടെ ഞാനൊരുത്തനായി നല്ലവരത്തു വലം ഭാഗേ. ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഭൂതലവും ആവണമല്ലോ കർത്താവ്. ജീവിക്കുന്നവരഭയും നൽകണമേ മൃതനായുസ്സും. ദോഷകരവരാനന്ദിക്കും കർത്താവേ, സോദരവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാമേ സുരരെ നിത്യവിരുന്ന് ചേർക്കണമേ. മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തിരുവഴിയെല്ലാം കാണുന്നു, നിരവധിയാമൻ പാപങ്ങൾ നിരയായെന്നെ വിധിക്കല്ലേ. തീരുമാനമായ കർത്താവിന്റെ ജീവനീയ കാലത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അപൂർവം ജീവിക്കുന്നവരുടെ അപൂർവം പരിപാലിക്കണമേ. കുത്താൻ പ്രതീക്ഷിക്കുന്നവരെ മകനോടുകൂടി ഉയർത്തിക്കണമേ. ജീവനെ വനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായും കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പനിയോടുകൂടെ രക്ഷകരായി കവലങ്ങളോടെ ഇറക്കുകയും ക്രിസ്തുജനങ്ങൾ നീതിമാന്മാരിൽ തന്നെ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിരന്തരപ്പെട്ടവർക്കായി ലോകാലോകത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളിത് ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രയത്നിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ. ചെയ്താന്നു ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് ഭയം നീ നൽകണമേ മൃതനായുസ്സും. പരിശുദ്ധാത്മാവിനെ സ്തുതി. വാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവഴിയെല്ലാം കാണുന്നു, നിരവധിയാമൻ പാപങ്ങൾ നിരയായെന്നെ വിധിക്കല്ലേ. സമാധാനം പാപങ്ങൾ മാറ്റുവാൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ശുദ്ധാലാസനെ
പാപങ്ങൾ കൊടുക്കുന്നവരും കരുതുന്നവരും വിധിവാനുമായ കർത്താവേ, ജീവന്റെ വനത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, പരിശുദ്ധീകരണാഭരണം ജീവിക്കണമേ, ജീവിതത്തിൽ പരിപാലിക്കണമേ. പ്രധാനം പ്രതീക്ഷിച്ച് മരണപ്പെടുന്നവരെ മഹിമയോട് ഉയർത്തിക്കണമേ. ജീവന്റെ വനത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവമടക്കപ്പടിയോടും കൂടെ മാനമയങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷരായ കപടങ്ങൾ നീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേദനിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ എളിയ സഹോദരിയെ കരുണി പോലും സ്വീകരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നല്ലവരത്തോലം ഭാഗേ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാനങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും നൽകുന്നു. സുതരാണവരെ നോക്കണമേ. കർത്താവേ നിൻ ശോണിതം കാത്തിരിക്കുന്നു. സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കടമൂലങ്ങളിൽ പോയ ശാന്തിക്കുന്നത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ മൃഗസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന സുമാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് അമ്മ ദിവസങ്ങൾ ഈശോയൊക്കെ സ്വീകരിച്ച് ഒരുങ്ങിയാണ് ഈ ലോകത്തോടെ യാത്ര പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ അമ്മ ഈശോയുടെ തിരുമുഖം കാണുവാനുള്ള ഭാഗ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി നടത്തുന്ന ശുശ്രൂഷ ഇന്ന് ശനിയാഴ്ച 10:30 കുർബാനയോട് അനുബന്ധിച്ചായിരിക്കും. എല്ലാവരും ദുഷ്ടമായി സ്വീകരിച്ച ദേവാലയത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം ഈ കുടുംബ യൂണിറ്റിലെ എല്ലാ യൂണിറ്റ് അംഗങ്ങളും ഇന്ന് വൈകിട്ട് 6:30 ഈ ഭവനത്തിൽ ഒരുമിച്ചുകൂടി പ്രത്യേകിച്ച് ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് വികാരിസിന്റെയും യോഗസമൂഹത്തിന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും നേരുന്നു. കടകളടച്ച് കടകൾ കൂട്ടി ഒരു നിമിഷം ഈ അമ്മയോർത്ത് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. സങ്കീർണമായ ദൈവം ഞങ്ങളുടെ പാപങ്ങളുടെ വഴി ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സ്വദ്രവ്യങ്ങളുടെയും പരമസഭ്യങ്ങളുടെയും നാഥനായും ഞങ്ങളുടെ ഭഗവാന്റെ പാപങ്ങളുടെ വഴി ആശ്രയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേക്കാരുണ്യത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു, സ്തുതിക്കുകയും ചെയ്യുന്നതിലൂടെ നാളാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും ആദിനുമാകുന്നു. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാവുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു ചെയ്യുന്നു. അത് സ്ഥലവും അജ്ഞാതമായി തീരും. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേലിരുന്നു ആദ്യം മുതൽ മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാകട്ടെ സൃഷ്ടിച്ചനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനമായി നവീകരിക്കുന്നതിനുമായ കർത്താവ് നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യും. നീ ആകാശത്തിനെയും ഭൂമിയിലെയും രാജാവ്, ഇതിന്റെയും മനത്തിലെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസിക്ക് വരമിന്നരുളേണം. കർത്താവ് പരിവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമകിലമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജന ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. പകർന്നീടും മധ്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളവനക്ഷയനാകും മധ്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചെറുവിടത്തവരെ സ്വീകരിക്കുന്നു. അമ്പലവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നല്ലോ. പരിശുദ്ധന്മാരണിയണിയ എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. പ്രത്യാശയില്ലാത്തവരെ പോലെ വിട്ടുകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആർദ്രനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ലെന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. ഈശോയിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നാം കർത്താവിനെ കേൾക്കുവാനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിനെ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന ഞാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 24 മുതൽ 29 ഉൾപ്പെടെയുള്ള എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മറ്റൊരാൾ ജീവനിലേക്ക് വീഴ്ച കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവര് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവര് ജീവിക്കുകയും ചെയ്ത സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായി പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ
ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അത് ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവര് ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവര് വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, അയൽവാസികളെ, ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ട് ഈ അമ്മ നമ്മളോട് പറയുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. അത് മാത്രം ഒന്നുറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, ഞാൻ വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത ഒരു നാട്ടിലേക്ക് പോവുകയാണ്. നിങ്ങളും എൻ്റെ പിന്നാലെ 1-2 ദിവസം, 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ, 5-10 വർഷങ്ങൾ കഴിയുമ്പോൾ കടന്നു വരേണ്ടവരാണ് എന്ന്. അതെ, 2 വർഷങ്ങൾക്ക് മുൻപ് ഈ അമ്മച്ചിയുടെ ഭർത്താവ് ചേട്ടൻ യാത്ര പറഞ്ഞ് അവിടെ ചെന്ന് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള സീറ്റൊക്കെ ഒരുക്കി ഇതാ കഴിഞ്ഞ ദിവസം വിളിച്ചു. ദൈവത്തിൻ്റെ മാലാഖ വന്ന് അറിയിപ്പ് കൊടുത്തു, അമ്മയെ ഇതാ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ. ഒത്തിരി കഷ്ടപ്പാടുകളും വേദനകളും ശാരീരിക അസ്വസ്ഥതകളും ഈ അമ്മ അനുഭവിച്ചിട്ടുണ്ട്, നമുക്കറിയാം. സ്വീകരിക്കാനും അത് ദൈവത്തിന്റെ കുരിശിന്റെ കൂടെ കാഴ്ചവെച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടും മരുമക്കൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തിയ ഒരു നല്ല അമ്മയാണ്. ആ അമ്മയുടെ വേർപാടിക്ക് തീർച്ചയായിട്ടും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കൊക്കെ വേദനയുണ്ട്, ദുഃഖമുണ്ട്. ഞങ്ങളും ഇതാ നിങ്ങളുടെ വേദനകളുടെ കൂടെ പങ്കുചേരുന്നു, അനുശോചനം അറിയിക്കുന്നു. അമ്മ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതുപോലെ ഇനി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയമാണല്ലോ ഇത്. സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മളും ഇതുപോലെ ഒരു ദിവസം സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. ഇന്ന് കാർമികൻ വായിക്കുകയുണ്ടായി. യോഹന്നാൻ അറിയിച്ച സുവിശേഷം, ദൈവത്തിന്റെ വചനം കേൾക്കുകയും അയച്ചവരിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവന് നിത്യജീവനുണ്ട്. നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും സാധിക്കട്ടെ. ഓരോ മരണ ശുശ്രൂഷയും നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയല്ലേ. സൽകൃത്യങ്ങൾ ചെയ്യാൻ ഞാൻ, നീ, നമ്മൾ തയ്യാറായ നമ്മുടെ വേർപാടിലും നമ്മെ അനുഗമിക്കാൻ ആ സൽകൃത്യങ്ങൾ ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളൊക്കെ സംഭവിക്കുന്നു. നമുക്ക് തുടർന്ന് ഈ കർമ്മത്തിന് പങ്കുചേരാം. കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാതിരിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായി, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും വിശ്വസിക്കുന്നു. ഈ പുത്രന്റെ വിശുദ്ധാത്മാവ് സഹിച്ച് ശിക്ഷിക്കപ്പെട്ട മരിച്ചെടുക്കപ്പെട്ട സ്വതന്ത്രയിലേക്ക് എഴുന്നള്ളി വിശ്വസിക്കുന്നു. സഭയിൽ മുഴുവന്മാരുടെ ഐക്യത്തിന് ചെയ്യുമാറാകട്ടെ. എന്റെ മഹനീയമായ തൃത്വത്തിനെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയാകുന്നു. ജീവന്റെ മരണത്തിലെ നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സോദരിമാരാം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം
ചുടുകണ്ണീരും വീട്ടിരുന്നൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താനോ അന്നൊരു ദിവസം വേസനയായിൽ സോദരിമാരാം മത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്ന ഗിരീശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ഇത് ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി ഇനി അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ നൽകിയ പരിശുദ്ധന്മാർ പരമാനന്ദം നഗരത്തിൽ പോകുന്നു. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ
പിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ദൈവത്തിൽ ആനന്ദിക്കും അഭയകുരിശിൽ അവസാനം വിധിയുടെ നാളിൽ കൈവരുവാനന്ദം വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതേ. പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി ലോകത്തിന്റെ പോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് കാലത്ത് ദൈവനിധിമാന്മാരുടെ മാതാവായ കനികാമരത്തിന്റെ പ്രാർത്ഥനയാലും ശിവാവരോടുകൂടി ഇയാളെ തന്റെ വലത്തുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേര് എഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഈ മഹത്വം അണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, നിന്നോട് ഞാൻ യാത്ര പറയുന്നു. മാമുദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും വിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പരിപോഷിക്കുകയും മറ്റു ഉദാശകളാൽ എൻ്റെ ആത്മാവിന് പ്രഭാവനം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് നന്ദി വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സുഖരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മനശേഷി ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതനിലയിൽ ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കുർബാനയാൽ പരിപുഷ്ടവും തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് ഇനി രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടേക്ക് അവിടെ നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സോപാണ്യം തെളിക്കുക, ഞാൻ നിർമ്മലനാകും. അതെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ആദ്യം മുതൽ എന്നേക്കും പിന്നെ മോഹത്തോടെ അവസാന ദിവസം തന്നെ വലുതുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്തിന്റെ ദൈവത്തിന്റെ ന്യായങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മനസ്സിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ, നീ പൊടിയാവുന്ന പോട്ടിലേക്ക് തന്നെ മടങ്ങുമെന്ന ഓർത്തുകൊള്ളുക. പാപിലേക്ക് പ്രതി കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാകമാരുടെ സുഹൃത്തിനെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മിശിഹ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ
മംഗളസംഗീതം നിന്നെ വിളിക്കട്ടെ മംഗളമറിയമണിഞ്ഞൊരുവൻ മഹിമഗിരിയോ നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശിയിൽ ഉത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവകിലേശൻ. സ്മൃതിയോർത്തി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ മരണമുറക്കം താൻ. കാട്ടരുതേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവൻ എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിന് നിരാശപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. മാൻപേടെ പോലെ കർത്താവിനെ തേടി വിളിക്കുന്നു. മരിച്ചെഴുപ്പിക്കുന്നവനെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധികർത്താവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദാഹരണം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി അർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്നെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജമെന്ന അവസരത്തേക്ക് ഈ ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹാല മതേശ്വരത്തെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ സഹകരിച്ചുകളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ
പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും